ഈ 2 സിനിമയും നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും. ആടുജീവിതം, എക്കോ. എക്കോ എന്ന് പറയുന്ന സിനിമ ഞാൻ 2 ദിവസം മുമ്പാണ് കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഓസ്കാർ ലെവൽ ഐറ്റം എന്നൊക്കെ തോന്നി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു കൊറിയൻ സിനിമയുണ്ട്, പാരാസൈറ്റ്. ഓസ്കാർ അവാർഡ് വിന്നിംഗ് സിനിമയാണ്. അതേപോലെ ഒരു കൊച്ചു നാട്ടിൽ നടക്കുന്ന ഒരു സിനിമ, എന്നാൽ ഭയങ്കരമായിട്ടൊരു യൂണിവേഴ്സൽ അപ്പീലുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ യൂട്യൂബിൽ കുറച്ച് വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടേക്കുന്നു, ഇത് ഇന്ത്യയിൽ നിന്ന് ഓസ്കാറിന് അയക്കാൻ പറ്റിയ സിനിമയാണെന്ന്. അപ്പോൾ എനിക്കും തോന്നി. പക്ഷെ അതിന് താഴെ കുറേ ആളുകൾ റിപ്ലൈ കൊടുത്തേക്കുന്നു, ഇത് അതിനും വേണ്ടി ഒന്നുമില്ല, ഓസ്കാറിന് അയക്കാനുള്ളതൊന്നുമില്ല, ഒരു ആവറേജ് സിനിമ. പക്ഷെ ഇതേ ആളുകൾ തന്നെയാണ് ആടുജീവിതം ഓസ്കാറിന് അയക്കണം എന്ന് പറഞ്ഞ് നടന്നത്. ആടുജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇതെന്താണുള്ളത്? പൃഥ്വിരാജിൻ്റെ ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ഇത് മാറ്റി നിർത്തി ഒരു സിനിമ എന്ന രീതിയിൽ ഒരു സാധാരണക്കാരൻ കാണുന്ന സമയത്ത് അതിനകത്ത് അതിനും വേണ്ടി എന്തോ ഇരിക്കുന്നു ഈ ആടുജീവിതത്തിൽ. ആടുജീവിതം കൊള്ളാവോ കൊള്ളത്തില്ല എന്നുള്ളതല്ല, ആടുജീവിതം ഓസ്കാറിന് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യതയുള്ളൊരു സിനിമയാണ് എക്കോ എന്ന് പറയുന്ന സിനിമ. അതായത് മലയാളത്തിൽ ഇറങ്ങിയതിൽ ഏറ്റവും മികച്ച സിനിമ എന്നൊന്നും പറയത്തില്ലെങ്കിലും ഞാൻ അവസാനം ഒരു 10 വർഷത്തിൽ കണ്ടതിൽ ഇതിലും മികച്ചൊരു മലയാള സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. മലയാളത്തിൽ നിന്നല്ല, ഞാൻ കണ്ട ഒരു അവസാനത്തെ ഒരു 10 വർഷത്തിനുള്ളിൽ കണ്ട ഏറ്റവും മികച്ച സിനിമയാണ് എക്കോ. നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.